ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് പോകുന്നത് 3 പേരോ 2 പേരെ ലാലേട്ടൻ പുറത്താക്കുന്നു, ഒരാളെ ഡയറക്റ്റ് എവിക്ഷൻ പ്രേക്ഷകർ പുറത്താക്കുന്നു. എന്താണ് നടക്കാൻ പോകുന്നത്? സീക്രട്ട് ഏജന്റും കൂട്ടരും വീട്ടിലേക്ക് കയറി പോവുകയാണ്. ദൈവമേ, അവിടെ ടാർഗറ്റ് ഒക്കെ ചെയ്ത് പോവുകയായിരിക്കും. അവിടെ പോകുമ്പോൾ ആരും ഇല്ല. എന്താണ് അവരുടെ റിയാക്ഷൻ നടക്കാൻ പോകുന്നത്? അവർക്കായിരിക്കും ഷോക്ക് വരാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ എന്റെ പൊന്നോ, ട്വിസ്റ്റോട് ട്വിസ്റ്റ് ഇത്രയും ട്വിസ്റ്റുകൾ ഇതുവരെ ഒന്നിച്ച് കിട്ടിയ അവസ്ഥയിലാണ് ഇപ്പൊ കാണുന്നത്. ലാലേട്ടൻ 2 പേരെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഗബ്രിയും ജിൻഡോയും. ഇത് പുറത്തു പോകുമോ തിരിച്ചു വരുമോ നമുക്ക് കണ്ടറിയാം. എവിക്ഷൻ നടക്കാൻ പോവുകയാണ്. പ്രേക്ഷകർ എവിക്ട് ചെയ്ത ഒരാള് ആരായിരിക്കും? ഒരാള് എവിക്ഷൻ ഷുവർ. ഇന്നൊരാൾ പുറത്തു പോകും. നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ നോറ യമുനയ്ക്കും പോളിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് അവർക്കാണ്, പോളിനകത്ത് ഇതിലേതെങ്കിലും ഒന്ന്. പക്ഷേ ഇന്ന് എവിക്ഷൻ പ്രോസസ് നടക്കുന്നത് പ്രത്യേക രീതിയിലാണ്. നോറ, യമുന, ഋഷി ഇവരെ 3 പേരെയും ഗാർഡൻ ഏരിയയിൽ പിടിച്ചു നിർത്തിയിട്ട് ഒരു ബോക്സിനകത്ത് കൈയിടാൻ പറയുന്നുണ്ട്. കൈ പുറത്തേക്ക് വരുമ്പോൾ ചുവപ്പാണെങ്കിൽ അയാൾ ഔട്ടാണ്. എല്ലാരെയും പിടിച്ചു നിർത്തുന്നു. ജിൻഡോനെയും ഗബ്രിനെയും അതിനകത്ത് കാണുന്നില്ല. ഒരാളുടെ കൈ ചുവപ്പാകുന്നു. ജാൻമണി അവിടെ നിലത്ത് വീണ് അലമുറയിട്ട് വിളിച്ച് കരയാണ്. ആരായിരിക്കും അപ്പോ? യമുന അല്ലെങ്കിൽ ഋഷി? ഋഷി ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാര്യം ഋഷിക്ക് യമുനയെക്കാട്ടി എന്തായാലും വോട്ട് കിട്ടും അല്ലേ? ഞാൻ ലോജിക്ക് വെച്ചിട്ടാണ് ഈ പറയണത്, ബേസിക് ആയിട്ടുള്ള ലോജിക്ക് വെച്ചിട്ട്. നോറ പോയാൽ ജാൻമണി ഇങ്ങനെ തറയിൽ നിലത്തടിച്ചൊക്കെ കടന്ന് കരയൂ? ഇല്ല, അതിന്റെ ചാൻസ് വളരെ 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 കുറവാ. നോറയുടെ കാല് ആക്സിഡന്റ് പോട്ടെ, ശബ്ദം പോട്ടെ എന്ന് പറഞ്ഞ വ്യക്തി കരയൂ? എനിക്ക് അറിയത്തില്ല. ഇത് യമുന ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം ജാൻമണി കരയുന്നുണ്ട്. യമുന അല്ലെങ്കിൽ ഋഷി എന്തായാലും ഒരു എവിക്ഷൻ ഉറപ്പാണ്. അതുകൊണ്ട് ഇവിടെ 2 പേര് പുറത്തു പോകുന്നു നമ്മൾക്ക് ഇന്ന് ലാലേട്ടൻ കാണിച്ചു. ഗബ്രിയും ജിൻഡോയും. ഗബ്രിജോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ട്. ഗബ്രിയും ജിൻഡോയും ഇവര് പുറത്ത് പോയാൽ ചാൻസുകൾ എനിക്ക് അറിയത്തില്ല. തിരിച്ചു വരാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവരെ പുറത്താക്കും എന്നുള്ളത്. ഇവർ തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഗബ്രിയും ജിൻഡോയും പുറത്ത് പോയാൽ, ഔട്ടായാൽ, ഇന്ന് അകത്ത് പോകാൻ കോർന്ന വൈൽഡ് കാർഡുകളുടെ കാര്യം ആലോചിച്ചാണ് എനിക്ക് കഷ്ടം വരുന്നത്. ഇവിടെ സീക്രട്ട് ഏജന്റും കൂട്ടരും ഒക്കെ ഗംഭീര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിട്ട് ആകെ ഉള്ളത് ഒരു ഗബ്രിയും ഒരു ജിൻഡോയും ഒരു ജാസ്മിനുമാണ്. ഇവർക്കൊക്കെ എതിരെ ഗെയിമും പ്ലാനും പ്ലോട്ടും ആയിട്ടൊക്കെ കയറുകയാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക്. രുദ്ര സാരെവിടെ? എവിടെ ഗബ്രി, എവിടെ ജിൻഡോ? അപ്പൊ അണ്ണാ എല്ലാരും പോയണ്ണാ, എല്ലാരും പോയി. ആര്? വീട്ടിലെ പെമ്പിള്ളേരും എല്ലാരും പോയി. ഗബ്രിയും പോയി, ജിൻഡോയും പോയി. പോയാ? അപ്പൊ എന്റെ ടാർഗറ്റ് അതൊക്കെ പോയി അണ്ണാ, എല്ലാരും പോയി. അയ്യോ എല്ലാരും പോയി എന്ന് പറഞ്ഞ് ജാൻമണിയും. എൻ്റെ ജാൻമണിയുടെ ആരോ പോയിട്ടുണ്ട് ഫേവററ്റ്, ഒന്നെങ്കിൽ ഋഷി അല്ലെങ്കിൽ യമുന. എല്ലാരും കൂടെ കിടന്ന് കരച്ചിലായിരിക്കും. അപ്പൊ ഈ പോയ വൈൽഡ് കാർഡുകൾക്ക് അയ്യോ ഷോക്കായിട്ട് ഞാൻ ഇനി ആരെ ടാർഗറ്റ് ചെയ്യും? ഇനി തമ്മി കളിക്കാമെന്നായിരിക്കും അവർ വിചാരിക്കുക. അവർക്ക് ഒടുക്കത്തെ ഷോക്കായിരിക്കും വൈൽഡ് കാർഡുകൾക്ക് കിട്ടാൻ പോണത്. ഗബ്രിയും ജിൻഡോയും ഔട്ടായാൽ എന്തായാലും ഇത് ഒടുക്കത്തെ ചതിയായിപ്പോയി എൻ്റെ ബിഗ് ബോസേ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? എന്തായാലും ഒരാൾ ഔട്ടാണ്, ഉറപ്പിച്ചോ. ഒരാൾ ഇതിനകത്തുനിന്ന് ഔട്ടാണ്. അത് പ്രേക്ഷകർ പറയുന്ന ഒരാളാണോ, ലാലേട്ടൻ പുറത്താക്കിയ ആൾക്കാരാണോ? ഒരു പിടിയുമില്ല. എന്തായാലും വൈൽഡ് കാർഡുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അവർ ശരിക്കും അവരെ ആ ഗെയിമാണ് തകർത്ത് കളഞ്ഞത് ബിഗ് ബോസ്. അവരുടെ ഗെയിം തകർന്നു പോയതുപോലെ ഉണ്ട്. അവരിവിടുന്ന് ഗെയിമൊക്കെ റെഡിയാക്കി എവനെയൊക്കെ നോക്കിക്കാം. അവിടെ പോയിട്ട് വേണം ജിൻഡോ, ഗബ്രി, ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞ് പോവും. അവിടെ ആരും ഇല്ല. ഇവിടെ കരച്ചിലായിരിക്കും. അയ്യോ എല്ലാവരും പോയേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. നോക്കുമ്പോ ഈശ്വരാ എൻ്റെ വിധിയായല്ലോ എന്ന് പറഞ്ഞ അവര്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ഇതൊക്കെ തന്നെയാണ് വരാൻ പോണത്. അതോ ഒന്നും നടക്കത്തില്ലേ? അതോ ഒന്നും ഉണ്ടാവത്തില്ലേ? ഒരാൾ മിക്കവാറും പോകും. ബാക്കി 2 പേരെ ഇനി സീക്രട്ട് റൂമിലാക്കിയിട്ട് ഇനി തിരിച്ച് വിടുവോ? അതോ ഇനി അവരെ ഈ ജിൻഡോനെയും ഗബ്രിനെയും നമ്മുടെ സിദ്ധാർത്ഥിനെയും പാരസിനെയൊക്കെ പോലെ അതിനകത്ത് അവര് പിന്നെ മെഡിക്കലാണ് കേട്ടോ. അവരുടെ മെഡിക്കൽ എമർജൻസിയാണ്, അല്ല പുറത്താക്കിയതൊന്നുമല്ല. സീക്രട്ട് റൂമിൽ ഇരുത്തിയിട്ട് ഗെയിം കളിക്കുമോ? എനിക്കൊരു പിടിയുമില്ല. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.